നമുക്ക് വേണ്ട എയർ ഇതിലായിട്ടുണ്ട്. അപ്പോൾ എങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് ടയർ ഇൻഫ്ലേറ്റർ വെരി യൂസ്ഫുൾ ആയിരിക്കും. ഒരു പക്ഷേ കാറിന് ടയർ പഞ്ചറായാൽ നമുക്ക് ഈ ടയർ ഇൻഫ്ലേറ്റർ ഉപയോഗിച്ചിട്ട് താൽക്കാലികമായിട്ട് കാറ്റടിച്ചിട്ട് ഓടാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, സ്വന്തമായിട്ട് കാറുള്ള ആളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാഹനമുള്ള ആളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങേണ്ട ഒരു പ്രൊഡക്റ്റാണ് ടയർ ഇൻഫ്ലേറ്റർ. കാരണം നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ടയറിലേക്ക് കാറ്റടിക്കാനുള്ള ഡിവൈസാണ് ടയർ ഇൻഫ്ലേറ്റർ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഏകദേശം ഒരു വർഷമായിട്ട് എൻ്റെ കാറിൽ ഉപയോഗിക്കുന്നുണ്ട്. അഗാരോ എന്ന കമ്പനിയുടെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 1 ഇയർ ആയിട്ടുണ്ട്. ഒരു കംപ്ലയിൻസും ഇതുവരെ ഇല്ല. ഞാനിതെൻ്റെ കാറിലും സൈക്കിളിലും ബൈക്കിലൊക്കെ കാറ്റടിക്കാൻ തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ യാത്രയിൽ പഞ്ചറാവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് താൽക്കാലികം കാറ്റടിച്ച് ഓടാനാണെങ്കിലും ഈ ഒരു അഗാരോയുടെ ടയർ ഇൻഫ്ലേറ്റർ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് ടയർ ഇൻഫ്ലേറ്റർ വെരി യൂസ്ഫുൾ ആയിരിക്കും. ഒരു പക്ഷേ കാറിന് ടയർ പഞ്ചറായാൽ നമുക്ക് ഈ ടയർ ഇൻഫ്ലേറ്റർ ഉപയോഗിച്ചിട്ട് താൽക്കാലികമായിട്ട് കാറ്റടിച്ചിട്ട് ഓടാൻ പറ്റും. അതുപോലെ ഒരു പങ്ക്ചർ കിറ്റ് നമുക്ക് ആമസോണിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ പങ്ക്ചർ അടിച്ച് കാറ്റടിച്ച് പോകാൻ പറ്റും. ഇനി അതല്ല, കാറ്റടിക്കാൻ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന സൈക്കിളിൻ്റെ പമ്പൊക്കെ വേണമെങ്കിൽ അങ്ങനെയും കാറ്റടിക്കാൻ പറ്റും. പക്ഷേ കാറിൻ്റെ ടയറാകുമ്പോൾ 4 ടയർ ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതാകുമ്പോൾ ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ആക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് അഗാരോയുടെ ടയർ ഇൻഫ്ലേറ്റർ. നമുക്കിതുപോലത്തെ ഒരു ബാഗിലായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഒരു ബോക്സിലാണ് വരിക, അതിൻ്റെ അകത്ത് ഈ ബാഗും ഉണ്ടാവും. അപ്പോൾ ഈ ബാഗിൽ കൊള്ളാവുന്ന വലിപ്പത്തിലുള്ള ഒരു ഡിവൈസ് തന്നെയാണ്. അഗാരോയുടെ തന്നെ സ്വന്തം ബ്രാൻഡ് പ്രൊവൈഡഡ് ബാഗാണ്. ഇതിൻ്റെ അകത്ത് കൊള്ളുന്ന വലിപ്പത്തിലാണ് ഈ ഒരു ടയർ ഇൻഫ്ലേറ്റർ ഉണ്ടാവുക. ഇങ്ങനെയാണ് വരുന്നത്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള പൈപ്പ് തന്നെ വരുന്നത്. ഞാൻ ഇതിൻ്റെ മുൻപ് വാഷർ എന്ന കമ്പനിയുടെ വാങ്ങിയിരുന്നു. അത് ലെങ്ത്ത് കുറവായിരുന്നു. ഇത് അത്യാവശ്യം നല്ല വലിപ്പത്തിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ടയർ ഇൻഫ്ലേറ്റർ വരുന്നത്. ഇത് അനലോഗ് മീറ്ററാണ് ഇതിന് വരുന്നത്, ഡിജിറ്റൽ അല്ല. ഞാൻ ഡിജിറ്റൽ വാങ്ങാതിരുന്നതാണ്. ഡിജിറ്റൽ ഒരു പക്ഷേ ഡിസ്പ്ലേ പോകാനുള്ള ചാൻസ് കൂടുതലാണല്ലോ കുറേ കാലം ഉപയോഗിക്കണമെങ്കിൽ എന്നുള്ള രീതിയിലാണ് ഞാൻ അനലോഗ് മീറ്റർ വരുന്ന ടൈപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ എത്ര എയർ വേണം എന്നൊക്കെ ഇതിൽ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. എയർ നമുക്ക് വേണ്ട എയർ ആകുമ്പോൾ നമ്മൾ തന്നെ മാനുവലി ഓഫ് ആക്കണം. ഇതിന് ഡിജിറ്റൽ വേർഷൻ വരുന്നുണ്ട്. അതാകുമ്പോൾ ഓട്ടോമാറ്റിക് ഓഫൊക്കെ ഉണ്ടാവും. പക്ഷേ ഡിജിറ്റൽ ആയതുകൊണ്ട് എനിക്ക് വാങ്ങാൻ തോന്നിയില്ല. മാത്രമല്ല വില കുറച്ച് കൂടുതലാണ്. ഇതിന് തന്നെ 1600 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ 1600 രൂപ വില വരുന്ന അഗാരോയുടെ ടയർ ഇൻഫ്ലേറ്ററാണ്. ഒരുപാട് യൂസ്ഫുള്ളാണ്. ഈ ഒരു ബാഗ് നമുക്ക് വാഹനത്തിൽ കാറിൻ്റെ ബൂട്ട് സ്പേസിലായാലും അല്ലെങ്കിൽ എവിടെ ആയാലും നമുക്ക് വെക്കാൻ പറ്റും. അത്രയും ചെറിയൊരു ഡിവൈസാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ് വരുന്നത്, അഗാരോ. ഇതിന് കേബിൾ വരുന്നത് നമ്മുടെ കാറിൻ്റെ നമുക്ക് 12 വോൾട്ട് അഡാപ്റ്ററിൽ നമ്മൾ കണക്ട് ചെയ്യാണ്. ഈ ഒരു പിന്ന് ഈ ഭാഗം നമ്മുടെ ഡിവൈസിൽ കണക്ട് ചെയ്യാം. ഓക്കെ, ഇത് 3 മീറ്റർ വരുന്നുണ്ട്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള കേബിൾ തന്നെയാണ്. ഞാൻ അതിൻ്റെ മുൻപ് വാങ്ങിയതിന് ലെങ്ത്ത് കുറവായിരുന്നു. അപ്പോൾ നമുക്കിത് ഫ്രണ്ട് ഭാഗത്തുനിന്ന് ബാക്ക് ടയറിലേക്ക് വരെ എത്താൻ പറ്റും. അതുപോലെ ബൈക്കിലൊക്കെ കാറ്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ കാറിൻ്റെ അടുത്ത് ബൈക്ക് കൊണ്ടുവന്നിട്ട് ഇത് കാറിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് കാറ്റടിക്കാവുന്നതാണ്. ഇതിൽ മീറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റും. 150 PSI വരെ ഉണ്ട് മാക്സിമം. ഇതിൻ്റെ കൂടെ എക്സ്ട്രാ നമുക്ക് ഇങ്ങനെ ഒരു കവർ കൂടി കിട്ടുന്നുണ്ട് കേട്ടോ. ഇതിലൊരു ഫ്യൂസ് ഉണ്ട്. ഇതിൻ്റെ ഫ്യൂസ് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്യൂസ് എക്സ്ട്രാ ഇട്ട് കൊടുക്കാം. അതുപോലെ ചെറിയ ടൈപ്പ് വാൾവ് ട്യൂബ് വരുന്ന വാഹനങ്ങൾ, സൈക്കിളിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് അടിക്കാൻ പറ്റും. അതുപോലെ പന്തിലേക്ക്, ഫുട്ബോളിലേക്ക് കാറ്റടിക്കാൻ ഈ ഒരു പിന്ന് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ എപ്പോഴും കമ്പനി ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് കണക്ട് ചെയ്യാനാണ്. കാരണം ബാറ്ററി ഡ്രെയിൻ ആവാനുള്ള ചാൻസ് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നത് നന്നാവും. ഞാനിപ്പോൾ കാർ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടാവും. എന്നിട്ട് ഇതിവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ബട്ടൺ ഞെക്കിയാൽ മാത്രമേ എയർ ഇൻഫ്ലേറ്റിംഗ് വർക്ക് ചെയ്യുള്ളൂ. ഇത് ജസ്റ്റ് ഒരു എമർജൻസി ലാമ്പ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല വെളിച്ചം കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല വെളിച്ചമാണ് ഇതിന്. ഇപ്പോൾ ഏകദേശം രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെളിച്ചം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫുൾ ഫീച്ചർ തന്നെയാണ്. കാരണം നമ്മൾ ഇരുട്ടത്തൊക്കെയാണ് അടിക്കുന്നത് വെച്ചാൽ ഇത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിൽ എത്ര എയർ ഉണ്ട് ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ 35 ഉണ്ട്. 35 PSI എയർ ഔട്ട്പുട്ടിലുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് കുറവാണ്. നമുക്കിവിടെ അടിച്ച് നോക്കാം. ഇത് ഞെക്കിയാലാണ് ഇത് ഓണാവുക. നമുക്കിതിൻ്റെ നിലത്ത് നമുക്ക് വേണ്ട എയർ ഇതിലായിട്ടുണ്ട്. 40 PSI എയർ ഇതിലായിട്ടുണ്ട്. ഇത് ഓഫിലാണ്. ഓഫ് ആകുമ്പോൾ തന്നെ നമുക്കിത് കാണാൻ പറ്റും. ജസ്റ്റ് കണക്ട് ചെയ്തിട്ടാൽ മതി. അപ്പോൾ എയർ എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്യാനും ഇത് പറ്റും. നമ്മൾ ജസ്റ്റ് ഇത് കണക്ട് ചെയ്താൽ തന്നെ ഇതിൽ എത്ര PSI ആണെന്ന് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഫാസ്റ്റായിട്ട് തന്നെ എയർ ഫില്ലാവുന്നുണ്ട്. ഇപ്പോൾ ഈ ഡിവൈസ് ഇങ്ങനെയാണ് വരുന്നത്. ഈ ഒരു വലിപ്പമുള്ളൂ. ഹോസ് അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട്. നല്ല പൈപ്പ് അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.
ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ആമസോണിൽ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. വെരി യൂസ്ഫുൾ പ്രൊഡക്റ്റ് തന്നെയാണ്, വെരി ഗുഡ് ക്വാളിറ്റിയാണ്. 1 ഇയർ വാറൻറ്റി ഉണ്ട്. അതുപോലെ 1 ഇയർ എക്സ്റ്റൻഡ് വാറൻറ്റി അവർ കൊടുക്കുന്നുണ്ട്, QR കോഡ് സ്കാൻ ചെയ്ത് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിലൊക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് തന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണും. അതുവരേക്കും ബൈ.